നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ലിബ്ര അഥവാ തുലാം രാശിക്കാരുടെ 2026 മാർച്ച് മാസത്തെ ഫലത്തെക്കുറിച്ചാണ്. ഒരു മാസം മുഴുവൻ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും? അനുകൂലമാണോ അതോ പ്രതികൂലമാണോ? ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങൾ എങ്ങനെയൊക്കെയാണ്? അവ നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങളാണ് നൽകുന്നത്? ഇവയെല്ലാം നമുക്കിന്ന് ചർച്ച ചെയ്യാം. നിങ്ങളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, പ്രണയം, വിവാഹ ജീവിതം, ഭാഗ്യം, കരിയർ, ബിസിനസ് എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ഈ പ്രവചനം നിങ്ങളുടെ ജന്മരാശിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. 2026 മാർച്ച് മാസത്തിൽ തുലാം രാശിക്കാരുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഗ്രഹമാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്താണ് ഗോചരം? പ്രപഞ്ചത്തിൽ ഗ്രഹങ്ങൾ എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവ സൂര്യനെ ചുറ്റുന്ന ഈ സഞ്ചാരത്തിനിടയിൽ ഓരോ സമയത്തും ഓരോ രാശികളിലൂടെ കടന്നുപോകുന്നു. ഗ്രഹങ്ങളുടെ ഈ സ്ഥാനമാറ്റത്തെയാണ് ജ്യോതിഷത്തിൽ ഗോചരം എന്ന് വിളിക്കുന്നത്. ഈ മാറ്റങ്ങളാണ് നമ്മുടെ ഓരോ മാസത്തെയും ഗുണദോഷ ഫലങ്ങൾ നിശ്ചയിക്കുന്നത്. തുലാരാശിയുടെ അധിപനായ ഗ്രഹം ശുക്രനാണ്. ശുക്രൻ ഈ മാസം 6ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അവിടെ ശുക്രൻ ശനി ഗ്രഹത്തോടൊപ്പമാണുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ശുക്രൻ അവിടെ വളരെ ശക്തമായ അവസ്ഥയിൽ അഥവാ ഉച്ചാവസ്ഥയിലാണ് നിൽക്കുന്നത്. നിങ്ങളുടെ ബുദ്ധി, പ്രണയം, കുട്ടികൾ എന്നിവയെ സൂചിപ്പിക്കുന്ന 5ാം ഭാവത്തിൽ സൂര്യൻ, രാഹു, ബുധൻ, ചൊവ്വ എന്നിങ്ങനെ 4 പ്രധാന ഗ്രഹങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു. നിങ്ങളുടെ ഭാഗ്യത്തെയും ഉന്നത വിദ്യാഭ്യാസത്തെയും സൂചിപ്പിക്കുന്ന 9ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു. ലാഭത്തെയും ആഗ്രഹങ്ങളെയും സൂചിപ്പിക്കുന്ന 11ാം ഭാവത്തിലാണ് കേതു നിൽക്കുന്നത്. ഈ മാസം നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഗ്രഹനിലയെക്കുറിച്ചും സ്വീകരിക്കേണ്ട മുൻകരുതലുകളെ കുറിച്ചും നോക്കാം. ജ്യോതിഷത്തിൽ 1ാം ഭാവം എന്നത് നമ്മെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ സ്വഭാവം, ശാരീരിക പ്രകൃതം, രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ശേഷി എന്നിവയെല്ലാം ഇതിനെ അടിസ്ഥാനമാക്കിയാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ രാശ്യാധിപനായ ശുക്രൻ ഇപ്പോൾ 6ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. പൊതുവെ 6ാം ഭാവം രോഗങ്ങളെയും ശത്രുക്കളെയും സൂചിപ്പിക്കുന്ന ഇടമാണെങ്കിലും ശുക്രൻ അവിടെ വളരെ ശക്തമായ നിലയിലാണ്, അതായത് ഉച്ചാവസ്ഥയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും നിങ്ങളെ ബാധിക്കില്ല. ഈ മാസം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ദഹന വ്യവസ്ഥയെയാണ്. 5ാം ഭാവത്തിന്റെ അധിപൻ 6, 12 ഭാവങ്ങളുമായി ബന്ധം സ്ഥാപിക്കുന്നതുകൊണ്ട് വയറുമായി ബന്ധപ്പെട്ട ചെറിയ ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ 5ാം ഭാവത്തിൽ രാഹു, ചൊവ്വ, സൂര്യൻ എന്നീ 3 ശക്തമായ ഗ്രഹങ്ങൾ ഒരുമിച്ച് വരുന്നുണ്ട്. ഇത് ദഹനക്കേട്, ഗ്യാസ് ട്രബിൾ എന്നിവയ്ക്ക് കാരണമായേക്കാം. ശനി ഗ്രഹത്തെക്കുറിച്ച് പലർക്കും പേടിയുണ്ടാകുമെങ്കിലും തുലാം രാശിക്കാർക്ക് ഇപ്പോൾ പേടിക്കേണ്ട സാഹചര്യമില്ല. നിങ്ങൾക്കിപ്പോൾ 7.5 ശനിയോ കണ്ടകശനിയോ പോലുള്ള ദോഷങ്ങളൊന്നുമില്ല. ഇത് മാനസികമായി വലിയൊരു ആശ്വാസമാണ്. 6ലെ ശനി അനുകൂലമാണെങ്കിലും ഈ മാസം 8ാം തീയതി മുതൽ ശനി മൗഢ്യം ആരംഭിക്കും. ഈ സമയം ചെറിയ ശാരീരിക പ്രശ്നങ്ങൾ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചേക്കാം. കാലുകളിലെ സന്ധികളിലും തോളുകൾക്കും കൈകൾക്കും ചെറിയ വേദന അനുഭവപ്പെടാം. ചുരുക്കത്തിൽ ഈ മാസം വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും നിങ്ങളെ തേടി വരില്ല. ഈ മാസം പഠനകാര്യങ്ങളിൽ നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ സംഭവിക്കാവുന്ന ഒരു സമയമാണ്. ജ്യോതിഷപ്രകാരം വിദ്യയെയും ബുദ്ധിയെയും സൂചിപ്പിക്കുന്ന നിങ്ങളുടെ 5ാം ഭാവത്തിൽ 4 പ്രധാന ഗ്രഹങ്ങൾ, അതായത് സൂര്യൻ, രാഹു, ബുധൻ, ചൊവ്വ എന്നിവർ ഒരുമിച്ച് വരുന്നത് പഠനത്തെ തടസ്സപ്പെടുത്തുന്ന 3 തരത്തിലുള്ള ദോഷങ്ങൾക്ക് കാരണമാകുന്നു. സൂര്യൻ പ്രകാശത്തെയും രാഹു നിഴലിനെയുമാണ് സൂചിപ്പിക്കുന്നത്. ഇത് നിങ്ങളുടെ ചിന്തകളിൽ വ്യക്തത കുറക്കുകയും പെട്ടെന്ന് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ചൊവ്വ അഗ്നിയാണ്. രാഹുവുമായി ചേരുമ്പോൾ ഇത് നിങ്ങളെ അമിതമായി ദേഷ്യപ്പെടുത്തുകയോ അല്ലെങ്കിൽ എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യും. പഠനത്തിൽ ക്ഷമ കുറയാൻ ഇത് കാരണമാകും. ബുദ്ധിശക്തിയുടെ ഗ്രഹമായ ബുധൻ രാഹുവുമായി ചേരുന്നത് ഗ്രഹണാവസ്ഥയ്ക്ക് തുല്യമാണ്. കൃത്യസമയത്ത് കാര്യങ്ങൾ ഓർത്തുവെക്കാനോ ബുദ്ധിപൂർവം പ്രവർത്തിക്കാനോ ബുദ്ധിമുട്ട് നേരിട്ടേക്കാം. ഈ ദോഷങ്ങൾ കാരണം നിങ്ങൾക്ക് പഠനത്തിൽ ഏകാഗ്രത കണ്ടെത്തുക എന്നത് വലിയൊരു വെല്ലുവിളിയായിരിക്കും. പഠിക്കാനിരിക്കുമ്പോൾ മനസ്സ് അനാവശ്യ കാര്യങ്ങളിലേക്ക് വ്യതിചലിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ എന്നാരെങ്കിലും ചോദിച്ചാൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ആത്മവിശ്വാസം തകർന്നേക്കാം.
മറ്റുള്ളവരുടെ അഭിപ്രായം കേട്ട് നന്നായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പോലും പാതി വഴിയിൽ ഉപേക്ഷിക്കാൻ നിങ്ങൾക്ക് തോന്നും. അതുകൊണ്ട് സ്വന്തം കഴിവിൽ വിശ്വസിച്ച് മുന്നോട്ടു പോകണം. എല്ലാ കാര്യങ്ങളും പ്രതികൂലമല്ല. നിങ്ങൾ സ്വന്തം നാട്ടിൽ നിന്നും മാറി പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ സമയം വളരെ അനുകൂലമാണ്. വിദേശത്ത് പോയി ഉപരിപഠനം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം നല്ല അവസരങ്ങൾ തേടി വരും. വീടിനടുത്തല്ലാതെ മറ്റൊരു ജില്ലയിലോ സംസ്ഥാനത്തോ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് മികച്ച സമയമാണ്. മാറി നിൽക്കുന്നതിലൂടെ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകാൻ നിങ്ങൾക്ക് സാധിക്കും. പഠനത്തിൽ തടസ്സങ്ങൾ അനുഭവപ്പെടുമ്പോൾ നിരാശരാകാതെ മനസ്സിന്റെ ഏകാഗ്രത കൂട്ടാനുള്ള വ്യായാമങ്ങളോ യോഗയോ ചെയ്യുന്നത് നന്നായിരിക്കും. ഈ മാസം നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലവും പ്രതികൂലവുമായ ഫലങ്ങളാണ് കാണുന്നത്. ജ്യോതിഷത്തിൽ 7ാം ഭാവമാണ് പങ്കാളിയെയും വിവാഹ ജീവിതത്തെയും സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ 7ാം ഭാവത്തിന്റെ അധിപൻ ഇപ്പോൾ 5ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ഇത് ദാമ്പത്യത്തിൽ പൊതുവെ അനുകൂലമായ ഒരു സാഹചര്യമാണ് സൂചിപ്പിക്കുന്നത്. പങ്കാളിയുമായുള്ള സ്നേഹവും പരസ്പര ധാരണയും വർദ്ധിക്കാൻ ഈ ഗ്രഹനില സഹായിക്കും. വിവാഹ ജീവിതം ഗുണകരമാണെങ്കിലും നിങ്ങളുടെ രാശിയാധിപനായ ശുക്രനിൽ നിന്ന് ചൊവ്വ 12ാം ഭാവത്തിലാണ് നിലകൊള്ളുന്നത്. ഇതിന്റെ ഫലമായി നിങ്ങളുടെ പങ്കാളിക്ക് അമിതമായ ജോലി തിരക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ജോലി സംബന്ധമായ കാര്യങ്ങൾക്കായി അവർക്ക് കൂടുതൽ സമയം മാറ്റിവെക്കേണ്ടി വന്നേക്കാം. ഇത് നിങ്ങളോടൊപ്പം ചിലവഴിക്കാൻ കിട്ടുന്ന സമയം കുറച്ചേക്കാം. ഈ മാസം കുടുംബത്തോടൊപ്പം ചില യാത്രകൾക്ക് യോഗമുണ്ട്. മനസ്സിന് സമാധാനം നൽകുന്ന ആരാധനാലയങ്ങളോ പുണ്യസ്ഥലങ്ങളോ സന്ദർശിക്കാൻ നിങ്ങൾ പ്ലാൻ ചെയ്തേക്കാം. തിരക്കുകളിൽ നിന്ന് മാറി കുറച്ചു ദിവസം മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ദൂരയാത്രകൾക്കും ഈ സമയം അനുകൂലമാണ്. പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ ഇത്തരം യാത്രകൾ സഹായിക്കും. മൊത്തത്തിൽ നോക്കിയാൽ കൂടുതലും അനുകൂലമായ സമയമാണിത്. എങ്കിലും ചെറിയ കാര്യങ്ങളെ ചൊല്ലി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിസ്സാര കാര്യങ്ങൾക്ക് വഴക്കിടുന്നത് ഒഴിവാക്കുക. പങ്കാളി തിരക്കിലായിരിക്കുമ്പോൾ ക്ഷമയോടെയിരിക്കാൻ ശ്രദ്ധിക്കണം. വിട്ടുവീഴ്ച മനോഭാവം പുലർത്തുന്നത് കുടുംബത്തിൽ സമാധാനം നിലനിർത്താൻ സഹായിക്കും. പങ്കാളിയുടെ തിരക്കുകൾ മനസ്സിലാക്കി മുന്നോട്ടു പോയാൽ വളരെ സന്തോഷകരമായ ഒരു മാസമായിരിക്കും ഇത്. ഈ മാസം തുലാം രാശിക്കാർക്ക് സാമ്പത്തികമായും തൊഴിൽപരമായും വളരെ അനുകൂലമായ മാറ്റങ്ങളാണ് ഗ്രഹനിലയിൽ കാണുന്നത്. നിങ്ങളുടെ ഗ്രഹനിലയിൽ 9ാം ഭാവം എന്നത് ഭാഗ്യസ്ഥാനമാണ്. ഇവിടെ വിദ്യയുടെയും ഐശ്വര്യത്തിന്റെയും ഗ്രഹമായ വ്യാഴം നിലകൊള്ളുന്നത് വലിയൊരു അനുഗ്രഹമാണ്. മാർച്ച് 11 ശേഷം വ്യാഴം കൂടുതൽ ബലവാനാകുന്നു. ഇതിനർത്ഥം ആ തീയതിക്ക് ശേഷം ഭാഗ്യം നിങ്ങളെ കൂടുതൽ തേടി വരുമെന്നാണ്. തടസ്സപ്പെട്ടു കിടന്ന പല കാര്യങ്ങളും ദൈവാനുഗ്രഹത്താൽ പെട്ടെന്ന് നടക്കാൻ ഈ ഗ്രഹനില സഹായിക്കും. പണം നിക്ഷേപിക്കാനും അതിൽ നിന്ന് മികച്ച ലാഭമുണ്ടാക്കാനും ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം മികച്ചതാണ്. ഷെയർ മാർക്കറ്റ്, ട്രേഡിംഗ്, വിവിധതരം ഇൻവെസ്റ്റ്മെന്റുകൾ എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നല്ല ലാഭം ലഭിക്കുവാൻ സാധ്യതയുണ്ട്. ഈ സമയം വലിയ നേട്ടങ്ങൾ ലഭിക്കുമെങ്കിലും യാതൊരു കാരണവശാലും എടുത്തുചാട്ടം കാണിക്കരുത്. അമിതമായ ധൃതി ഒഴിവാക്കി കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ടു പോയാൽ മാത്രമേ വലിയ സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങൾക്ക് കൈപ്പിടിയിൽ ഒതുക്കുവാൻ സാധിക്കൂ. ജോലി അന്വേഷിക്കുന്നവർക്കും നിലവിലെ ജോലിയിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്കും ഈ മാസം സന്തോഷ വാർത്തകൾ നൽകും. മാർച്ച് 12 ശേഷം പുതിയ ജോലി ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. IT, എഞ്ചിനീയറിംഗ്, മാനേജ്മെന്റ്, കൺസൾട്ടിംഗ്, കമ്മ്യൂണിക്കേഷൻ എന്നീ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കോ അവിടേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്കോ ഈ മാസം ഏറ്റവും മികച്ച സമയമാണ്. നിങ്ങളുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടുകയും പുതിയ ഉത്തരവാദിത്തങ്ങൾ തേടി വരികയും ചെയ്യും. സ്വന്തമായി ബിസിനസ് നടത്തുന്നവർക്ക് ഈ മാസം മികച്ച വരുമാനം പ്രതീക്ഷിക്കാം. ചില പ്രത്യേക മേഖലകളിലുള്ളവർക്ക് വലിയ വളർച്ച കാണുന്നുണ്ട്. അധ്യാപനം, സ്കൂളുകൾ, കോച്ചിംഗ് സെന്ററുകൾ, യോഗ സെന്ററുകൾ എന്നിവ നടത്തുന്നവർക്ക് ഈ മാസം സാമ്പത്തികമായി വലിയ മുന്നേറ്റം ഉണ്ടാകും. ഫാഷൻ ഡിസൈനിങ്, ബൂട്ടിക് എന്നിവ നടത്തുന്നവർക്കും പുതിയ ഉപഭോക്താക്കളെ ലഭിക്കാനും വരുമാനം വർദ്ധിക്കാനും സാധ്യതയുള്ള സമയമാണിത്. ചുരുക്കത്തിൽ മാർച്ച് മാസം 2ാം പകുതിയോടെ തുലാം രാശിക്കാർക്ക് കരിയറിലും ബിസിനസ്സിലും മികച്ച മുന്നേറ്റമുണ്ടാകും. ഭാഗ്യം കൂടെയുള്ളതിനാൽ ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ പറ്റിയ മാസമാണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ തുലാം രാശിക്കാരായ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക.
കൂടുതൽ ജ്യോതിഷ അറിവുകൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഹരിയോം.